ഒരു കാലത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കടൽ കടന്ന് അറിവ് തേടി നിരവധി ആളുകൾ ഈ പ്രദേശത്തെത്തിയിരുന്നു. ദക്ഷിണേന്ത്യയിലെ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ പ്രഭാകേന്ദ്രമായാണ് മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന ഈ നാടിനെ ഇന്നും കാണപ്പെടുന്നത്. നൂറ്റാണ്ടുകളുടെ പ്രതാപത്തിനും ഐശ്വര്യത്തിനും സാക്ഷിയായ പൊന്നാനിയുടെ പേരിനുള്ളിലെ പൊരുളറിയാം. മലപ്പുറം ജില്ലയിലെ ഒരു തീരദേശ മുനിസിപ്പാലിറ്റിയാണ് പൊന്നാനി. പൊന്നാനിക്ക് ആ പേരു ലഭിച്ചതിനു പിന്നിൽ നിരവധി കഥകളുണ്ട്. പുരാതന കാലത്ത് പൊന്നൻ എന്നു പേരുള്ള ഒരു രാജാവ് ഈ നാട് ഭരിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിൽ നിന്നാണ് ഈ പേര് വന്നതെന്നുമാണ് അതിലൊന്ന്. അറബ് പേർഷ്യൻ നാടുകളുമായി നിലനിന്നിരുന്ന കച്ചവട ബന്ധത്തിൻ്റെ ഭാഗമായി ധാരാളം പൊൻനാണ്യങ്ങൾ ഇവിടെ എത്തിയിരുന്നുവെന്നും പൊൻനാണ്യങ്ങളുടെ നാടാണ് പിന്നീട് പൊന്നാനിയായതെന്നുമാണ് വേറൊരഭിപ്രായം. അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ ഏറ്റ് പൊന്നാനിപ്പുഴ അല്ലെങ്കിൽ ഭാരതപ്പുഴ അറബിക്കടലുമായി വൈകുന്നേരങ്ങളിൽ ലയിക്കുന്ന സമയത്ത് പൊന്നാനിപ്പുഴക്ക് ഒരു സ്വർണ്ണവർണ്ണ കളറ് വരും. സ്വർണ്ണ കളറുകൾ വരും. അതായത് ആ കളറ് പൊന്നിൻ്റെ കളറാണ്. ആയതുകൊണ്ടിട്ടാണ് പൊന്നാനി എന്ന് പേര് സിദ്ധിക്കാൻ കാരണം എന്നും അഭിപ്രായമുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപത്തിനായി ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ പൊന്നാനിപ്പുഴയിലൂടെയായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അങ്ങനെ ഒരു അവസരത്തിൽ അവർ സഞ്ചരിച്ച് തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് തിരുവിതാംകൂർ മഹാരാജാവ് ഒരു പൊന്നിൻ്റെ ആന സംഭാവനയായി നൽകി. ആ പൊന്നിൻ്റെ ആന പൊന്നാനിപ്പുഴയുടെ തീരപ്രദേശത്ത് വെച്ച സമയത്ത് പാക്കനാർ വന്ന് പറഞ്ഞു, ചത്ത ജന്തുക്കളുടെ, ജീവനില്ലാത്ത ജന്തുക്കളുടെ ഉടമസ്ഥാവകാശം എനിക്കാണ്. അപ്പോൾ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ പറഞ്ഞു, ഒരിക്കലും തന്നെ ആ അവകാശവാദം ഞാൻ അംഗീകരിക്കില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അദൃശ്യ ശക്തിയാൽ ആ പൊന്നിൻ്റെ ആന നടന്നു. അങ്ങനെ പൊന്നാന നടന്ന പ്രദേശം പൊന്നാനി ആയി. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം സ്ഥാപിച്ച പൊന്നാനി ജുമാ മസ്ജിദ് മതപഠനത്തിൻ്റെ ഒരു പ്രധാന സർവകലാശാല എന്ന നിലയിൽ പ്രസിദ്ധിയാർജിച്ചു. അകത്തെ പള്ളിയുടെ മധ്യത്തിൽ തൂക്കിയിട്ട എണ്ണവിളക്കിന് ചുറ്റുമിരുന്നായിരുന്നു മഖ്ദൂം അധ്യാപനം നടത്തിയിരുന്നത്. ഇത് പിന്നീട് വിളക്കത്തിരിക്കൽ എന്ന പേരിൽ പ്രസിദ്ധമായി. പല ഘട്ടങ്ങളിലായി നടന്ന പുനരുദ്ധാരണത്തിലൂടെയാണ് പള്ളിയുടെ ഇന്നത്തെ നിലയിലുള്ള പൗരാണിക തച്ചുശാസ്ത്ര ഘടന രൂപം കൊണ്ടത്. ഇതല്ലാത്ത മറ്റു പല കാരണങ്ങൾ കൂടി പൊന്നാനി എന്ന പേരിനു പിറകിലുണ്ടായേക്കാം. അറിയുന്നവർ പങ്കുവെക്കുമെന്ന പ്രതീക്ഷയോടെ മഅസ്സലാമ.